നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പ്രചാരണത്തിനെത്തി. പാലക്കാടായിരുന്നു പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. നിരവധി ബിജെപി അണികൾ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, CAA നിയമ വിജ്ഞാപനത്തിനെതിരെയുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും CAAക്കെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വരാം. ഇതിൽ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയും ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെ ചില തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ് സംസ്ഥാനത്ത്. ഇതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും പ്രചാരണത്തിനിടെ ഉയർന്നു വരികയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാടിനെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദി. BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കരുത്തു പകർന്ന റോഡ് ഷോ. കൊടും ചൂടിലും ആവേശം ചോരാതെ അണികൾ. BJPക്കാർ മാത്രമല്ല മോദിയെ കാണാൻ എത്തിയതെന്ന് കെ സുരേന്ദ്രൻ. ഓരോ തവണ മോദി എത്തുമ്പോഴും UDF വോട്ട് കൂടുമെന്ന് ചെന്നിത്തല. തൃശൂരിലെ പ്രചാരണത്തിനിടെ പ്രമുഖരെ കയ്യിലെടുക്കുന്നതിൽ മത്സരം തുടരുന്നു. കെ മുരളീധരന്റെ അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ ചായ സൽക്കാരത്തിനെത്തി സുരേഷ് ഗോപി. ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യമില്ലെന്ന് മുരളീധരന്റെ പരിഹാസം. സുരേഷ് ഗോപിയെ കാണാൻ കൂട്ടാക്കാത്ത കലാമണ്ഡലം ഗോപി കെ രാധാകൃഷ്ണന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. ഇപ്പൊ ഇത് അവിടെയൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ ചട്ടങ്ങളൊക്കെ ജീവിച്ചിരിക്കലും ചുമ്മാതെ വന്നിരിക്കുക. പൗഡർ പൂശി ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ഷണ്ടൻ. MM മണിയുടെ ഷണ്ടൻ പെണ്ണുപിടിയൻ പരാമർശങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ്. നാടൻ ഭാഷാ ശൈലിയുടെ പേരിൽ തെറി അഭിഷേകവുമായി മണിയുടെ പ്രസംഗങ്ങൾ. നാടൻ പ്രയോഗമായി ഇനി കാണാനാവില്ലെന്ന് ഡീൻ. ബീഹാറിൽ NDA സീറ്റ് വിഭജനത്തിൽ തർക്കം. മുന്നണി വിടാനൊരുങ്ങി രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി. കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. ചിരാഗ് പാസ്വാന്റെ LJPക്ക് മാത്രം സീറ്റ് നൽകിയതിൽ പ്രതിഷേധം. ലീഗിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസും. വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടത്തരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പൗരത്വ ഭേദഗതി നിയമവിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്ന ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ. സംസ്ഥാന സർക്കാർ, മുസ്ലിം ലീഗ്, DYFI തുടങ്ങിയവരുടെ ഹർജികൾ പരിഗണനയ്ക്കെത്തും. CAA പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കുന്നതിൽ സർക്കാരിന് ഇപ്പോഴും ആത്മാർത്ഥതയില്ലെന്ന് കോൺഗ്രസ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് പാലക്കാട് നഗരത്തിന് ആവേശമായി മാറുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. പക്ഷേ ഈ വർഷം തുടരെ പ്രധാനമന്ത്രി കേരളത്തിൽ പ്രചാരണത്തിന് വേണ്ടി വരികയാണ്. ഊഷ്മളമായ വരവേൽപ്പാണ് പാലക്കാട് നഗരത്തിൽ പ്രധാനമന്ത്രിക്ക് കിട്ടിയത്. മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി പുഷ്പാലങ്കൃത വാഹനത്തിൽ 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഷോ നടത്തിയത്. 11:20 പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മടങ്ങി. റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ആദ്യം കാണാം. രാവിലെ 8 മണിയോടുകൂടി തന്നെ പാലക്കാട് പ്രധാന പാതയിലെ കോട്ടമൈതാനം 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരം വരെ ഏകദേശം 900 മീറ്ററോളം 2 ഭാഗത്തുമായി ആളുകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രി 10 മണിക്ക് എത്തും എന്നറിഞ്ഞ് 8 മണിയോടെ കൂടി തന്നെ ആളുകൾ എത്തിയിരുന്നു. കൃത്യം 10:20 ആയപ്പോൾ
പ്രധാനമന്ത്രിയെയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ മേഴ്സി കോളേജ് മൈതാനത്തിറങ്ങി. 10:45 അദ്ദേഹം ഇവിടെ കോട്ട മൈതാനത്തെത്തി. 10:45 അഞ്ചു വിളക്കിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്നത്. വലിയ അത്യുഷ്ണത്തെ അവഗണിച്ചും വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കാരണം മോദിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് BJP വളരെ വിപുലമായ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലായിടത്തും തോരണങ്ങൾ കെട്ടിയും അതുപോലെ തന്നെ കൊടികളുമായി ജനങ്ങൾ രണ്ടു ഭാഗത്തുമായി കാത്തുനിന്നു. കഴിഞ്ഞ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ്, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മാത്രമാണ് മോദി പാലക്കാടെത്തിയത്. ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് മോദി എത്തുന്നത്. പൊതുസമ്മേളനം ഇല്ലെങ്കിൽ പോലും റോഡ് ഷോയ്ക്ക് വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. മോദിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികളായ C കൃഷ്ണകുമാറും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതായത് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ വാഹനമായിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനത്തിലായിരുന്നു മോഡിയുടെ റോഡ് ഷോ. എന്ത് തന്നെ ചൂടാണെങ്കിലും ശരി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. ഒന്നും പറയാനില്ല. ഇതുമാതിരി ഒരു വ്യക്തി ഇവിടെ എത്തുന്നത് തന്നെ ഏറ്റവും വലുതല്ലേ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനം. ഒരു നോക്ക് കാണാൻ അത്രേ വേണ്ടു. വേറെ ആ കൈവീശിന് ഒരു നോക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു ഇതായ മാതിരിയാണ്. ഭാരത് മാതാക്കി മോദിജിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഭാരതത്തിന്റെ ഒരു അവതാര പുരുഷനെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കണം. അപ്പൊ ആ ഭാരത് മാതാക്കി പറയണം. മോദിജി കാണാൻ വേണ്ടി ആകാംക്ഷമായിട്ട് എല്ലാവരും നിൽക്കുകയാണ്, കാത്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് നമുക്ക്. കടുത്ത മീനച്ചൂടിനെ വകവയ്ക്കാതെ പുഷ്പവൃഷ്ടി നടത്തിയാണ് അവർ തങ്ങളുടെ പ്രിയ നേതാവിനെ വരവേറ്റത്. മോദിയുടെ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് പ്രവേശനം ലഭിക്കാതെ വന്ന നിരവധി പ്രവർത്തകരാണ് ഇടവഴികളിലും മോദി മേഴ്സി കോളേജിൽ നിന്ന് പുറപ്പെട്ട് റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിനുമുള്ള റോഡുകളിലും സ്ഥാനം പിടിച്ചത്. ഈ റോഡുകളിലൊക്കെ അതീവ സുരക്ഷാ നടപടികളാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് പലർക്കും മോദിയെ ഒരു നോക്ക് കാണാൻ മാത്രമാണ് കഴിഞ്ഞത്. വാഹനങ്ങൾ കടന്ന വഴിയിൽ മോദിയെ അഭിവാദ്യം ചെയ്ത പ്രവർത്തകർക്ക് നേരെ തിരിച്ച് നരേന്ദ്രമോദി പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും കനത്ത മീനച്ചൂടിനെ അവഗണിച്ചും നിരവധി പേരാണ് മോദിയെ കാണാനായി പാലക്കാടെത്തിയത്. നരേന്ദ്രമോദിയുടെ സന്ദർശനം പാലക്കാട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പിലും പാലക്കാട് BJP കൃത്യമായ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അത് വോട്ടിന്റെ എണ്ണത്തിലാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ എണ്ണത്തിലാണെങ്കിലും അത്തരത്തിൽ കൃത്യമായ ഒരു വളർച്ച ഉള്ള മണ്ഡലത്തിൽ ഇത്തവണ മോദിയുടെ ഒരു സാന്നിധ്യം, മോദിയുടെ ഒരു പ്രചാരണം അത് ഏറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന തരത്തിലാണ് പാലക്കാട് BJPക്ക് ജയം നഷ്ടമായത്. ഇത്തവണ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ സാഹചര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാണ് എന്നൊരു വിലയിരുത്തൽ BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം തന്നെ പാലക്കാട് ആയിട്ടുള്ളത്. എന്നാണെങ്കിലും നരേന്ദ്രമോദിയെ കാണുവാൻ ഈ വലിയ ചൂടിലും മണിക്കൂറുകൾ ആളുകൾ കാത്തുനിന്നതും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണവും അദ്ദേഹത്തോടുള്ള ആ സ്നേഹവുമൊക്കെ പാലക്കാട് ഗുണം ചെയ്യും, പാലക്കാട് താമര വിരിയിക്കും എന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. പാലക്കാട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സന്ദർശനം സമീപ മണ്ഡലങ്ങളിലും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും BJP നേതാക്കൾ പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ. പാലക്കാട് നിന്നും S വിനീഷ് കുമാറിനും MS അനീഷ് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. വലിയ ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ കൂടി BJPക്ക് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത്. ഇക്കാര്യം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. മോദിയെ കാണാൻ വേണ്ടി പാലക്കാട് വന്നത് BJPക്കാർ മാത്രമായിരുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പൊതുസമൂഹം
മോദിയെ കാണുവാൻ വേണ്ടി പാലക്കാട് ഉണ്ടായിരുന്നു, പാലക്കാട് നഗരത്തിൽ വന്നിരുന്നുവെന്നാണ് കെ സുരേന്ദ്രന്റെ വാക്കുകളിൽ ഉള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വലിയ ആത്മവിശ്വാസമാണ്. കാരണം പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുസമൂഹമാകെ ഈ റാലിയിൽ അണിനിരന്നു, ഈ റോഡ് ഷോയിൽ അണിനിരന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വലിയ ആവേശമാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണാൻ ഒരു നോക്ക് കാണാൻ കാലത്ത് മുതൽ 8 മണിക്ക് മുതൽക്ക് തന്നെ കൊച്ചുകുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളോട് വന്നിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. നരേന്ദ്രമോദിയെ കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. പ്രധാനമന്ത്രിക്കൊപ്പം വാഹനത്തിൽ കയറാൻ അവസരം കിട്ടിയത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പുറമെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനും പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യത്തിനും ആയിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് നിവേദിത സുബ്രഹ്മണ്യം പറയുന്നത്. എൻഡിഎയുടെ പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനാണ് നമ്മോടൊപ്പം ചേരുന്നത്. ചേച്ചി, എത്രമാത്രം ആത്മവിശ്വാസം നൽകുന്നുണ്ട് മോദിയുടെ കൂടെയുള്ള റോഡ് ഷോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഓരോ വരവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ, മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വലിയൊരു സമൂഹം ഇവിടെ തന്നെയുണ്ട്. പൊതുസമൂഹം അദ്ദേഹത്തിന് നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് നാളെ നമ്മുടെ വിജയവും ഉറപ്പാക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത് എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇത് കൂടുതൽ ഊർജ്ജം പകരും, പ്രത്യേകിച്ച് പൊന്നാനി മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു പരിപാടിയായിട്ട്. വ്യക്തിപരമായിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ള അനുഭവം? എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് വലിയ സൗഭാഗ്യങ്ങൾ ഇപ്പോൾ അടുത്തടുത്ത് കിട്ടുന്നുണ്ട്. അതായത് ആദ്യം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി രക്ഷാബന്ധൻ ദിവസത്തിൽ രക്ഷാബന്ധന് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടി. അതിനുശേഷം മഹിളാ സമ്മേളനത്തിനായി ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു ഒരു ഗിഫ്റ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുതുവത്സരത്തിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ മഹിളാ സമ്മേളനത്തിനുള്ള വരവ്. ആ സമയത്തും റോഡ് ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വരവിലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ലോകാരാധ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീ സമൂഹത്തിന് തന്നെ അദ്ദേഹം നൽകുന്ന സംഭാവനകൾ പരിഗണിച്ചാൽ തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ്. അത് സ്ത്രീ സമൂഹത്തിന്, ഇവിടത്തെയുള്ള എല്ലാ സ്ത്രീകൾക്കും കൂടിയിട്ടുള്ള അംഗീകാരം കൂടിയാണ് ഈ എല്ലാ അവസരത്തിലും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഒരു അവസരം നൽകുന്നത്. അദ്ദേഹം ഞങ്ങളെ ആശീർവദിച്ചു, ജയിച്ചു വരണം എന്ന് പറഞ്ഞു. അതാണ് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പൊന്നാനിയിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്? പൊന്നാനിയിൽ മാത്രമല്ല, എല്ലായിടത്തും മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. കാരണം മറ്റുള്ളവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും അദ്ദേഹം ചെയ്തിട്ടുള്ള ക്ഷേമ പ്രവർത്തനമായാലും വികസന പ്രവർത്തനമായാലും നമ്മുടെ കണ്ണിന് മുമ്പിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ക്ഷേമ പദ്ധതികളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണക്കാരുടെ ഉന്നമനം കാംക്ഷിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും വരുന്നതും. പൊന്നാനിയിലെ പ്രചരണത്തിനൊന്നുകൂടി ആത്മവിശ്വാസം നൽകുന്നതായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആശീർവാദം ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക കരുതൽ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതും നമുക്കറിയാം. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും എല്ലായിടത്തും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെയും കൈവരിച്ചിട്ടുള്ളത്. 2 സീറ്റിൽ നിന്നും ഇത്രയധികം വലിയൊരു പാർട്ടിയായിട്ട്, സ്വാധീനമുള്ള ഒരു പാർട്ടിയായിട്ട് BJP വളർന്നിട്ടുണ്ടെങ്കിൽ, NDA വളർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം പലതും. തീർച്ചയായിട്ടും മോദിയുടെ ആ ഒരു സന്ദർശനത്തിന്റെ ഊർജ്ജം പൊന്നാനിയിലും പ്രതിഫലിക്കും, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നിവേദിത പങ്കുവച്ചത്. അഖിലോട്ട് പറക്കൊപ്പം CBN മോദ്, ന്യൂസ് 18. മോദിയുടെ വരവോടുകൂടി കൂടുതൽ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. അത് പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് BJP കരുതുന്നു. അതുപോലെ തന്നെ സമീപ മണ്ഡലങ്ങളായ പൊന്നാനിയിലും മലപ്പുറത്തും വോട്ട് കൂട്ടാൻ സാധ്യതയുണ്ട് മോദിയുടെ സന്ദർശനത്തിലൂടെ എന്നുള്ള കാര്യവും BJPക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുകയാണ് പാലക്കാട് നിന്ന്. വിനേഷ്, ഈ റോഡ് ഷോ വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാത്രമല്ല പൊതുസമ്മേളനം ഉണ്ടായിരുന്നില്ല. എന്തെല്ലാം പ്രതീക്ഷയാണ് BJP നേതാക്കൾ ഇപ്പോൾ പറയുന്നത്? എത്രത്തോളം ആവേശകരമായിരുന്നു റോഡ് ഷോ? മഞ്ജുഷ്, BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ല. പാലക്കാട് ലോക്സഭാ മണ്ഡലമാണെങ്കിലും പാലക്കാട് നിയമസഭാ മണ്ഡലമാണെങ്കിലും എല്ലാം തന്നെ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ നമുക്കറിയാം കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നാണ് നഷ്ടപ്പെട്ടത്, അതായത് ആ മണ്ഡലം നഷ്ടപ്പെട്ടത്.
BJPക്ക്. എന്തായാലും ഇവിടെ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുതന്നെയാണ് പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മോദിയുടെ ഈ ഒരു സന്ദർശനത്തിൻ്റെ കാരണവും അതുതന്നെയാണ്. കാരണം തൊട്ടടുത്തുള്ള തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നരേന്ദ്രമോദി എത്തിയിരുന്നു. ഇവിടെയും എത്തുമ്പോൾ അത് ഒരു പാലക്കാടിൻ്റെ മാത്രമുള്ളൊരു പ്രശ്നമല്ല, മറ്റ് സമീപത്തുള്ള മണ്ഡലങ്ങളെ കൂടി മോദിയുടെ ഈ ഒരു സന്ദർശനം സ്വാധീനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് ഒരു അനുകൂലമായ അന്തരീക്ഷം BJPക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം പാലക്കാട് മണ്ഡലത്തിൽ സി കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തിൽ ചില വോട്ടുകൾ കൃഷ്ണകുമാറിന് ലഭിച്ചിരുന്നു. അന്ന് VK ശ്രീകണ്ഠനാണ് ജയിച്ചത്. VK ശ്രീകണ്ഠനും ഒപ്പം തന്നെ MP രാജേഷും സി കൃഷ്ണകുമാറും തമ്മിലുള്ള ശക്തമായൊരു ത്രികോണ മത്സരം തന്നെയാണ് നടന്നത്. അത്തരത്തിലുള്ളൊരു ത്രികോണ മത്സരം തന്നെയാണ് വീണ്ടും കാത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മോദി എത്തുന്നതോടുകൂടി കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ആവേശം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ BJPക്ക് കഴിയും. ഒപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇന്നലെ സജീവമായിരുന്നു. ഇന്ന് റോഡ് ഷോ മാത്രമാണ് നടന്നത്. മോദി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ളതായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരം. പിന്നീട് അദ്ദേഹം 15-ാം തീയതി എന്നുള്ളത് പിന്നെ 19-ാം തീയതിയിലേക്ക് മാറ്റുകയും ഇത് റോഡ് ഷോ മാത്രമാക്കി മാറ്റുകയും ചെയ്തു. അല്പസമയം മുമ്പ് 11:30 കൂടി തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി സേലത്ത് ഒരു പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി മടങ്ങിയിട്ടുണ്ട്. എന്തായാലും BJP ക്യാമ്പുകൾ വലിയ ആഹ്ലാദത്തിലാണ്. ശരിയാണ് വിനേഷ്, BJP നേതാക്കൾ ഇത്തരത്തിലുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. മോദിയുടെ സന്ദർശനം ഗുണം ചെയ്യുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. 3 മണ്ഡലങ്ങൾ പരിഗണിച്ചാണ് പാലക്കാട് റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. പാലക്കാടും സമീപ മണ്ഡലങ്ങളായ മലപ്പുറവും പൊന്നാനിയും. പക്ഷേ റോഡ് ഷോയിൽ മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥിക്ക് വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ്. കൂടുതൽ ആളുകൾക്ക് വാഹനത്തിൽ കയറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥിയായ അബ്ദുൾ സലാമിന് ഈ റോഡ് ഷോയുടെ സമയത്ത് മോദിയുടെ വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല. എന്തായാലും ആവേശകരമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് നടത്തിയ റോഡ് ഷോ. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഹർജികൾ ഇന്നാണ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയും ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം DYFIയുടെ ഹർജിയുമുണ്ട്. രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയും ഇക്കൂട്ടത്തിൽ പരിഗണനയിൽ വരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ഹർജിയും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അശ്വിനി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അശ്വിനി, രാവിലെയോടുകൂടി ഹർജി പരിഗണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എപ്പോഴത്തേക്ക് ഹർജികൾ പരിഗണനയ്ക്ക് വരുമെന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്? മഞ്ജുഷി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തന്നെ കോടതി കോർട്ട് നമ്പർ 1 ഇത് പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത് വൈകുകയാണ്. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കേണ്ടത്. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ പർദീവാല അതുപോലെ തന്നെ മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. 237 ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് നിയമ ഭേദഗതിക്കെതിരെയും അതുപോലെ തന്നെ നിയമ ഭേദഗതി വിജ്ഞാപനം ഇറക്കിയതിനുമെതിരെയുമുള്ള ഹർജികളാണ് കോടതി ഒരുമിച്ച് പരിഗണിക്കുന്നത്. നിയമ ഭേദഗതി വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെയാണ് DYFIയും അതുപോലെ തന്നെ കേരള സർക്കാരും രമേശ് ചെന്നിത്തലയും അടക്കം മുസ്ലിം ലീഗും അടക്കമുള്ള സംഘടനകളും നേതാക്കളും എല്ലാം ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി തന്നെ ഈ നിയമ ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയ സമയത്ത് തന്നെ ഇതിനെതിരെയുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നു. അതിൽ വാദങ്ങളും നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ വിജ്ഞാപനം ഇറക്കിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജ്ഞാപനം ഇറക്കുന്നത്. ഇത് ചോദ്യം ചെയ്ത് ഈ നടപടി, അതായത് വിജ്ഞാപനം ഇറക്കുന്നത് നിയമപരമായി നിയമവിരുദ്ധമായിട്ടാണ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഹർജികളെല്ലാം നൽകിയിട്ടുള്ളത്. നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ മുസ്ലിം വിഭാഗത്തിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ മാത്രമാണ് മാറ്റി നിർത്തുന്നത്. ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഇക്വാലിറ്റിക്ക് വിരുദ്ധമാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വാദങ്ങളാണ് പ്രതിപക്ഷവും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും ഒക്കെ ഉന്നയിക്കുന്നത്. ഇതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇന്ന് പ്രധാനമായും നിരീക്ഷണങ്ങൾ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് ഏറെ ശ്രദ്ധേയമായിരിക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് നേരെ വിമർശനങ്ങളടക്കം ഉണ്ടാകുമോ എന്നെല്ലാം ഉറ്റുനോക്കുകയാണ് ഇന്ത്യയെല്ലാം. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു വിമർശനം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ അത് BJPക്കുള്ളൊരു തിരിച്ചടിയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി അടക്കമുള്ള പ്രതിപക്ഷത്തിനൊരു ആയുധവുമാവുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. മഞ്ജുഷ്, ശരിയാണ് അശ്വതി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. CAAക്കെതിരെ നൽകിയിരിക്കുന്ന ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ എന്തെങ്കിലും നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യം. അതേസമയം സംസ്ഥാനത്ത് CAA വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ കാലത്തെ കേസുകളെ കുറിച്ച്
LDFും UDFും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ചില കേസുകൾ പിൻവലിക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. പക്ഷേ ഇത് പോരെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. എല്ലാ കേസുകളും അന്നെടുത്ത എല്ലാ കേസുകളും പിൻവലിക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഗൗരവമുള്ള കേസുകൾ ഒഴികെ ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. പക്ഷേ ഏതാണ് ഗൗരവമുള്ള കേസുകൾ, ഏതാണ് ഗൗരവമില്ലാത്ത കേസുകൾ, ഇതിലുള്ള തർക്കം ഇപ്പോഴുമുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്ന് MM ഹസൻ ഇന്ന് ആവശ്യപ്പെട്ടു. പൗരത്വ നിയമത്തോടനുബന്ധിച്ച് പോലീസ് എടുത്ത എല്ലാ കേസുകളും പിൻവലിക്കണമെന്ന് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴും പല കേസുകളും NOC കൊടുത്തു, മറ്റു പല സാങ്കേതിക തടസ്സങ്ങളും വന്നു. പക്ഷെ ഇപ്പോഴും ഭൂരിപക്ഷം കേസുകളും പിൻവലിച്ചിട്ടില്ല. ഇന്നലെ DGP ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട്, എത്രയും വേഗം പിൻവലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകം തന്നെ നിരവധി ആളുകളുടെ പേരിലുള്ള കേസ് ശിക്ഷിച്ചു പോയി, അത് പിൻവലിക്കേണ്ട കാര്യമില്ല. ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തവരൊഴികെയുള്ള കേസുകൾ എന്നാണ്, അതൊഴിച്ചെല്ലാം പിൻവലിക്കുമെന്നാണ് DGPയുടെ ഉത്തരവിൽ പറയുന്നത്. വിശദീകരണം വേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഗുരുതരമായ കുറ്റം? പൗരത്വ നിയമത്തിനെതിരെ നടത്തിയ പ്രകടനത്തിൽ റോഡ് ഉപരോധിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർ മോദിയുടെയും പ്രധാനമന്ത്രി മോഡിയുടെയും അമിത്ഷായുടെയും കോലം കത്തിച്ചിട്ടുണ്ട്. അതാണ് ഗുരുതരമായ കുറ്റമെങ്കിൽ ആ കേസുകൾ പിൻവലിക്കാതിരിക്കുന്നത് ഗുരുതരമായ കുറ്റം ഉള്ള കേസുകൾ പിൻവലിക്കില്ല എന്ന് അങ്ങനെ ബോധപൂർവം പറയുന്നത് മോദിയെയും അമിത്ഷായെയും പ്രകടിപ്പിക്കാൻ എല്ലാ കേസുകളും പിൻവലിക്കണം. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നേതാക്കൾ. ഇതിൽ അവർ പറയുന്ന കാര്യം 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിന്, BJPയുടെ അന്നത്തെ മുദ്രാവാക്യത്തിനേറ്റ തിരിച്ചടി ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യത്തിന് വരും എന്നാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം ഉയർന്നത്. അതുപോലെ തന്നെ 5 ന്യായ് പദ്ധതികളുമായി ഇറങ്ങുന്ന പ്രകടന പത്രിക പരമാവധി ആളുകളിലേക്ക് എത്തുവാൻ കഴിയുമെന്ന്, അങ്ങനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ MG മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, എന്തെല്ലാമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന നിർദ്ദേശം? എത്രമാത്രം ആത്മവിശ്വാസ പ്രകടനം ഉണ്ടായിട്ടുണ്ട് CWCയിൽ? മഞ്ജുഷ്, ഇന്ന് പ്രധാനമായും ഈ പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയാണ് CWC യോഗം ചേരുകയും ചെയ്തത്. ഒപ്പം തന്നെ രാവിലെ ചേർന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുകയും ചെയ്തു. അതിൽ വലിയ രൂക്ഷമായ വിമർശനം നരേന്ദ്രമോദിക്കെതിരെയും ഒപ്പം തന്നെ BJP നേതൃത്വത്തിനെതിരെയും ഉയരുകയും ചെയ്തു. മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അന്ന് BJP പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തത്. അന്ന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അതേ രീതിയിൽ തന്നെയാണ് 2024 മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതേ രീതിയിലുള്ള തിരിച്ചടി ഇത്തവണ NDA മുന്നണിക്ക് നേരിടേണ്ടി വരുമെന്നുള്ളൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ രാജ്യം ഒരു മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുന്നു, അത്തരത്തിലുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട്, അത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം CWC യോഗത്തിൽ പറയുകയും ചെയ്തു. ഒപ്പം തന്നെ 5 വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതായത് 5 മേഖലകൾ തിരിച്ചുകൊണ്ട് തുല്യനീതി ഉറപ്പാക്കുക, സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുക, കർഷകർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങി അങ്ങനെ 5 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാക്കുക. കൂടാതെ തന്നെ ഈ പ്രകടന പത്രിക രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പ്രവർത്തകർ കൈക്കൊള്ളണം, നേതാക്കൾ കൈക്കൊള്ളണം എന്നുള്ള നിർദ്ദേശവും മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും അത് എത്തിച്ചാൽ മാത്രമേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിരവധി മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി ഇന്ന് വൈകിട്ട് ഇലക്ഷൻ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. ഇന്ന് നാളെയുമായാണ് യോഗം ചേരുന്നത്. അന്തിമ രൂപം നൽകിയതിനു ശേഷം ഈ സ്ഥാനാർത്ഥികൾ, അതായത് പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യത്തിലുമൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുവെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ അവരെ കൂടി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, അതായത് മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും മുൻനിർത്തി
മുൻനിർത്തിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ രാജസ്ഥാനിൽ നിന്ന് ജനവിധി തേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ നിർത്തി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് വൈകിട്ട് ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നത്. വൈകിട്ടും നാളെയുമായാണ് യോഗം ചേരുക. എന്തായാലും CWC യോഗത്തിൽ പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി മിഥുൻ, എന്തായാലും രാജ്യം ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ CWC യോഗത്തിൽ ഉയർന്നത്. അതുകൊണ്ട് തന്നെ 2004 താരതമ്യപ്പെടുത്തുകയാണ് 2024 കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി. ബീഹാറിൽ സീറ്റ് വിഭജനത്തിനിടെ NDA സഖ്യത്തിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. അദ്ദേഹം രാജിവെക്കുവാൻ കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയായ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിക്ക് സീറ്റ് നൽകാത്തതാണ്. അവിടെ രണ്ട് ലോക് ജനശക്തി പാർട്ടികളാണ് ബീഹാറിൽ ഉള്ളത്. അതിൽ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് മാത്രമാണ് സീറ്റ് നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് പശുപതി പരസിന്റെ പാർട്ടിയായ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി മുന്നണി വിടാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നത്. RJDയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പശുപതി പരസ് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് RJD മുന്നണിയിലേക്ക് പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബീഹാറിൽ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി. കർണാടകത്തിൽ മുതിർന്ന BJP നേതാവും മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായ DV സദാനന്ദ ഗൌഡ പാർട്ടി വിടാനുള്ള ആലോചന തുടരുകയാണ്. ഇതേക്കുറിച്ച് ഔദ്യോഗിക തീരുമാനം ഇന്നുണ്ടാകുവാനും സാധ്യതയുണ്ട്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മൈസൂരു സീറ്റാണ്. കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയിരുന്നു. മൈസൂരിൽ ഒരു വൊക്കലിംഗ മുഖത്തെ കിട്ടുന്നത് കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഗൌഡയെ ഏതു വിധേനയും കോൺഗ്രസിൽ എത്തിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബംഗളൂരു നോർത്ത് സീറ്റ് കിട്ടുവാൻ ഗൌഡ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ BJP ഗൌഡയ്ക്ക് സീറ്റ് നൽകിയിരുന്നില്ല. ഇതേ തുടർന്നാണ് BJPയുമായി ഗൌഡ ഇടഞ്ഞത്. പക്ഷേ അതേ സമയത്ത് തന്നെ ചില സമ്മർദ്ദ തന്ത്രങ്ങളും ഗൌഡയുടെ ഭാഗത്തു നിന്ന് BJPക്ക് മേൽ ഉണ്ട് എന്നുള്ള സൂചനയും കിട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്. മുക്കോലയിൽ ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണമായ അന്ത്യം. മുക്കോല സ്വദേശിയായ അനന്തുവാണ് മരിച്ചത്. നെയ്യാറ്റിങ്കര നിംസിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ് അനന്തു. കൂടുതൽ വിവരങ്ങൾ അരുൺ നെയ്യാറ്റിങ്കര നൽകും. അരുൺ, എന്തായിരുന്നു ഈ സംഭവം? മഞ്ജുഷ്, ഇന്ന് രാവിലെ ആയിരുന്നു മനസാക്ഷി ഞെട്ടിക്കുന്ന ഈ ഒരു വാർത്ത നമ്മൾ അറിയുന്നത്. വിദ്യാർത്ഥിയായ അനന്തു, നിംസ് ഹോസ്പിറ്റലിലെ BDS വിദ്യാർത്ഥിയാണ് ഈ അനന്തു. ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോയിരുന്ന കരിങ്കല്ല് ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പതിക്കുന്നത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ നിംസ് ഹോസ്പിറ്റലിൽ തന്നെ എത്തിക്കുകയായിരുന്നു. അവിടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കൊക്കെ വിധേയനാക്കിയെങ്കിലും നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ സംഗ്രഹിക്കാൻ കഴിയുന്നത്. മഞ്ജുഷ്, ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തെറിച്ച് വീണാണ് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത്. നെയ്യാറ്റിങ്കര നിംസ് ആശുപത്രിയിലെ BDS വിദ്യാർത്ഥിയായ അനന്തുവാണ് മരിച്ചത്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. CPMും BJPയും തമ്മിൽ കേരളത്തിൽ ബന്ധം നിലനിൽക്കുന്നു എന്നുള്ള ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസും UDFും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. CPM BJP ബന്ധത്തിന് ഇടനില നിൽക്കുന്നത് EP ജയരാജൻ തന്നെയാണെന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറുമായുള്ള EP ജയരാജന്റെ ബന്ധം, കച്ചവട ബന്ധം പരസ്യമായ കാര്യമാണെന്നും സുധാകരൻ പറയുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനില നിൽക്കുന്നതും EP ആണെന്നും അതല്ലെങ്കിൽ പിണറായി വിജയൻ നേരത്തെ തന്നെ ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. അതിവിടെ വളരെ സുവ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ അകത്ത് രാജീവ് ചന്ദ്രശേഖർ വന്ന് കയറി അദ്ദേഹം ബിസിനസ് ചെയ്യല്ലേ? ആർക്കതിൽ സംശയം? എല്ലാവരും അറിഞ്ഞതല്ലേ അത്. അതിന് വളരെ സീക്രസി ഒന്നും ഇല്ലല്ലോ. ഇറ്റ് ഈസ് പബ്ലിക് ന്യൂസ്. സ്വാഭാവികമായിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ലേ? ബന്ധമില്ലാതെ ഒരാൾ ഒരു കച്ചവടം ബിസിനസ് കച്ചവടക്കാരനായാൽ തന്നെ ബന്ധം വന്നില്ലേ? അത് രാഷ്ട്രീയത്തിലേക്ക് വ്യാപിക്കില്ലേ? അതിനെന്താ സംശയം? ജയരാജന് ഇതിന്റെ അകത്ത് നല്ല റോളുണ്ട്. CPMനെ BJPയുമായി അടുപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ബന്ധം, നല്ല സ്വാധീനം ജയരാജനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യാൻ കേരളത്തിൽ നടക്കില്ല ഒന്നും. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ നന്നായി അറിയാം.
നന്നായി അറിയാം. കൂട്ടുകച്ചവടത്തെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ ഇപ്പം ജയരാജൻ എന്ത് കളിച്ചാലും ജയരാജൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേട്ടം വളരെ പരിമിതമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. EP ജയരാജനെതിരെ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. EP-യുടെ BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ മറുപടി പറയുമോ എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേസുകൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ മടിക്കുകയാണ്. ഇത് ഇത്തരത്തിലുള്ള ഇടനിലക്കാർ ഉള്ളതുകൊണ്ടാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അങ്ങയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഈ 4 സ്ഥാനാർത്ഥികളും മികച്ചതാണ് എന്ന ജയരാജന്റെ വാക്കുകളോട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറുണ്ടോ? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയുമോ? EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേരിലുള്ള കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ മടി കാണിക്കുന്നു. മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാരയാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നുണ്ടല്ലോ. MV ഗോവിന്ദൻ ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ്. BJP-യും സംഘപരിവാർ ശക്തികളും തന്നെയാണ് CPM-ന്റെയും LDF-ന്റെയും ശത്രുക്കൾ. അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഏത് രീതിയും ഉപയോഗപ്പെടുത്തുമെന്നും അതാണ് ലക്ഷ്യമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഫാസിസ്റ്റ് നീക്കങ്ങൾ പ്രതിരോധിക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അത് CPM-ഉം LDF-ഉം നിർവഹിക്കുമെന്നുമാണ് MV ഗോവിന്ദന്റെ ഇന്നത്തെ വാക്കുകൾ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം BJP-യെയും സംഘപരിവാർ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെല്ലാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിച്ചില്ല എങ്കിൽ ഇന്ത്യ ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്കാണ് നീങ്ങുക. പരിമിതമായ ജനാധിപത്യ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളതെങ്കിലും അതുൾപ്പെടെയുള്ള എല്ലാം അവസാനിപ്പിച്ച് ഒരു ഫാസിസ്റ്റ് ഇന്ത്യയാക്കി രാജ്യത്തെ മാറ്റുന്നതിനു വേണ്ടി നടത്തുന്ന ഹിന്ദുത്വ അജണ്ട പ്രാവർത്തികമാക്കാനുള്ള ശ്രമം, അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP-യുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വിവിധങ്ങളായ കഴിവഴികളിലൂടെ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ബോധപൂർവമായ അജണ്ടയും നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വലിയൊരു തർക്ക വിഷയമായി മാറുകയാണ്. കാരണം ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന കാര്യത്തിലാണ് തർക്കം വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ശശി തരൂരിനെ വിമർശിച്ചത്. ഏത് പദ്ധതിയുടെയും ക്രെഡിറ്റ് അടിക്കാൻ ശശി തരൂർ മത്സരിക്കുകയാണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ചന്ദ്രയാൻ വിക്ഷേപണത്തിന്റെ പോലും ക്രെഡിറ്റ് അടിക്കാൻ ശശി തരൂർ നോക്കുമെന്ന് പരിഹാസ രൂപേണ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. വിഴിഞ്ഞം പദ്ധതി പക്ഷേ താൻ അതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നാണ് ശശി തരൂർ ഇന്ന് അതിന് മറുപടി നൽകിയത്. അദാനിയുമായി ഇക്കാര്യത്തിൽ വിമാനത്തിലിരുന്നാണ് താൻ സംസാരിച്ചതെന്നും ശശി തരൂർ പറഞ്ഞു. അതുപോലെ തന്നെ നഷ്ടപരിഹാര പാക്കേജ് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയുകയാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി കോൺഗ്രസും UDF സർക്കാരും ഏത് രീതിയിൽ പ്രവർത്തിച്ചതിന് ഉദാഹരണമായി ശശി തരൂരിന്റെ വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 438 കോടിയുടെ ഒരു പാക്കേജിനെ ഒരു കോമ്പൻസേഷൻ പാക്കേജായിട്ട് അനുവദിച്ചു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ഇലക്ഷൻ തോറ്റ ശേഷം പുതിയ സർക്കാർ പഴയ സർക്കാരിന്റെ വാക്ക് പാലിച്ചില്ല. ഇവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവർക്ക് സഹായം കൊടുക്കാനും ആരുമില്ലാത്ത കാര്യം വലിയ ദുഃഖകാര്യമാണ്. അതുകൊണ്ടല്ലേ അവർ അവസാനത്തെ സമരം നടത്തിയത്. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ തപ്പുകോട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. പറയുന്നത് മറ്റേവരുടെ പ്രചരണം കേൾക്കുമ്പോൾ ഇവിടെ 15 വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞ് നടക്കുന്നത്. അതാണെങ്കിൽ എൻ്റെ 68 പേജിന്റെ പുരോഗതിയുടെ റിപ്പോർട്ട് വായിച്ചു നോക്കട്ടെ. അവർക്ക് ഇതും പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറയാത്തതും വായിക്കാൻ സാധിക്കും. പക്ഷെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണമല്ലോ.
തീരദേശ ബെൽറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് തിരുവനന്തപുരത്ത് മുന്നണികൾ. കഴിഞ്ഞ തവണയും കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണയും ഒക്കെ ശശി തരൂരിന് വളരെയധികം മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ മേഖലയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ തീരദേശ മേഖലകൾ. പക്ഷേ അവിടെ ഇപ്പോൾ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന വിഷയത്തിൽ തർക്കം രൂക്ഷമാക്കുന്നത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം സമരത്തിൽ നിരവധി പേർക്കെതിരെ കേസെടുത്തിരുന്നു. അപ്പോൾ ലത്തീൻ ബിഷപ്പിനെതിരെയും കേസെടുത്തിരുന്നു. ഈ കേസ് പിൻവലിക്കുവാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന കാര്യം രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എന്തായാലും വിഴിഞ്ഞം പദ്ധതി കൂടുതൽ തർക്കത്തിലേക്ക് പോവുകയാണ്. അത് ലോക്സഭാ മണ്ഡലത്തിൽ വിഴിഞ്ഞം പദ്ധതിക്കെതിരെയല്ല, വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള കാര്യത്തിലാണ് തർക്കം തുടരുന്നത്. ഇനി കോട്ടയത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്. LDF-നൊപ്പം വേദി പങ്കിട്ട യൂണിയൻ പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കുകയാണ് NSS. തോമസ് ചാഴികാടനൊപ്പം വേദി പങ്കിട്ട NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെതിരെയാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി G. ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഇങ്ങനെയൊരു നടപടിക്ക് കാരണമായിരിക്കുന്നത്? മഞ്ജുഷ്, കഴിഞ്ഞ കുറെ കാലമായി LDF-ന്റെ പാലാ നഗരസഭയിലെ കൗൺസിലറായിരുന്നു CP ചന്ദ്രൻ നായർ. ഏതാണ്ട് 2010 വരെ, അതിനു മുൻപുള്ള 28 വർഷം അദ്ദേഹം അവിടുത്തെ കൗൺസിലറായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നും ഇല്ലാതെ അദ്ദേഹം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ തോമസ് ചാഴിക്കാടിന്റെ പ്രചരണ വേദിയിൽ അദ്ദേഹം വേദി പങ്കിട്ടു എന്നുള്ളതാണ് ഇപ്പോൾ NSS-നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് NSS-ന്റെ പിന്തുണ ചാഴിക്കാടനുണ്ട് എന്ന തരത്തിൽ ഈ CP ചന്ദ്രൻ നായർ താഴെത്തട്ടിൽ സംസാരിച്ചു എന്നുള്ളതാണ് NSS നേതൃത്വത്തിന് ലഭിച്ച വിവരം. അതോടുകൂടിയാണ് ഈ താലൂക്ക് ഭരണ സമിതിയെ പൂർണ്ണമായും പിരിച്ചുവിടുന്ന നിലയിലേക്ക് NSS നേതൃത്വം എത്തിയത്. പകരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തുകയാണ്. വൈസ് ചെയർമാന് ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ചന്ദ്രൻ നായർ പറയുന്നതനുസരിച്ച് താൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായും ബന്ധം സ്ഥാപിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായി മാത്രം നിന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം അദ്ദേഹം തള്ളിക്കളയുകയാണ്. എന്തായാലും NSS-നെ സംബന്ധിച്ച് നമുക്കറിയാം, കുറെ കാലമായി ഇടത് വിരുദ്ധ നിലപാടുകൾ അവർ സ്വീകരിക്കാറുണ്ട്. അതിന്റെ ഒരു തുടർച്ചയായി കൂടി വേണം ഈ കാര്യത്തെ ചേർത്ത് വായിക്കാൻ. NSS-ന്റെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ ഒരു പ്രചരണ വേദിയിൽ പങ്കെടുക്കുന്ന ഒരു തെറ്റായ സന്ദേശം നൽകുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. NSS നേതൃത്വം ഔദ്യോഗികമായി ഇതിലൊരു പ്രതികരണം നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ വൈകുന്നേരം വാർത്താക്കുറിപ്പ് ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഒരു കടുത്ത നടപടിയിലേക്ക് തന്നെ NSS നേതൃത്വം എത്തിയിരിക്കുകയാണ്. മഞ്ജുഷ്. ശരി ശ്രീജിത്ത്, ഇത്തരമൊരു നടപടി അങ്ങനെ ഒരു നടപടി ഉണ്ടാകാറില്ലാത്തതാണ് അല്ലെ ശ്രീജിത്ത്? അങ്ങനെ ഒരു നടപടി ഇതിനു മുൻപ് അങ്ങനെ ഒരു നടപടി വരാത്തതാണല്ലോ. മാത്രമല്ല, ഈ സമവായം എന്നുള്ള രീതിയിൽ തന്നെ ഇല്ലേ, സമദൂരം എന്നുള്ള നിലപാടിൽ തന്നെയാണല്ലോ ഇപ്പോഴും NSS. അപ്പോൾ ഈ ഒരു പാർട്ടിയുടെയും യോഗത്തിൽ പങ്കെടുക്കരുത്, അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ടോ NSS-ന്റെ ഭാഗത്തു നിന്ന്? സമദൂര നിലപാടാണുള്ളത്. NSS-ന്റെ നേതാക്കൾക്കോ പ്രവർത്തകർക്കോ ഏതെങ്കിലും പാർട്ടിയിലൊക്കെ പങ്കെടുക്കാം എന്നൊക്കെ പറയാറുള്ളതാണ്. ഇപ്പോൾ BJP-യുടെ പല നേതാക്കളും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പല നേതാക്കളും ചുമതലകളുള്ളതാണ്. കോൺഗ്രസിൽ ചുമതലകളുള്ളവരൊക്കെ തന്നെ പോലുമുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ സംഗീത് കുമാർ മോഹൻകുമാറിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം പലയിടത്തും വോട്ട് ചോദിച്ചിറങ്ങിയതൊക്കെ അന്ന് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നതാണ്. പക്ഷെ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്, NSS-നെ ചൊടിപ്പിച്ചത്, ഈ ചന്ദ്രൻ നായർ NSS-ന്റെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട് എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ, ചാഴിക്കാടനുണ്ട് എന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടത്തി എന്നുള്ളതാണ് NSS നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയോ അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിയിൽ നേതാവായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തി എന്നുള്ളതാണ് ഒരു തെറ്റായി NSS നേതൃത്വം കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ പ്രതികരണം ഇതിൽ NSS-ന്റെ ഭാഗത്തു നിന്ന് തന്നെ, ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ശരി ശ്രീജിത്ത്, എന്തായാലും NSS-ന്റെ ഒരു പ്രതികരണം ഇതിൽ പ്രതീക്ഷിക്കുകയാണ്. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെയാണ് തോമസ് ചാഴികാടനൊപ്പം LDF-ന്റെ യോഗത്തിൽ പങ്കെടുത്തതിന് പദവിയിൽ നിന്ന് പുറത്താക്കിയത്. ഇടുക്കിയിൽ പതിവ് പോലെ MM മണി തെറി അഭിഷേകം തുടരുകയാണ്. അദ്ദേഹം ആക്ഷേപ ശരങ്ങൾ ഉന്നയിക്കുകയാണ് ഡീൻ കുര്യാക്കോസ് MP-ക്കെതിരെ, ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ. അതുപോലെ തന്നെ മുൻപ് ഇടുക്കിയിൽ നിന്ന് MP ആയിരുന്ന PJ കുര്യനെതിരെയും വളരെ മോശപ്പെട്ട വാക്കുകളാണ് MM മണി രാഷ്ട്രീയ യോഗങ്ങളിൽ ഉന്നയിക്കുന്നത്. വ്യക്തി അധിക്ഷേപം നടത്തുന്ന MM മണിക്കെതിരെ പരാതി നൽകുവാനും ഡീൻ കുര്യാക്കോസ് തയ്യാറെടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. MM മണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.
ഇപ്പൊ ഇത് പൗഡറൊക്കെ പൂശി ഒരു വാളിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ? ചട്ടങ്ങൾക്ക് ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി? പാർലമെന്റ് ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂജിട്ട് പടം എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘൻ ഇല്ലേ? സംഘന്മാരുടെ ഏൽപ്പിച്ചോ? കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഇനിയും വന്നിരിക്കുക ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു. നന്നായി ഒലപ്പിക്കുള്ളൂ, നന്നാക്കും. ഇപ്പൊ അതുകൊണ്ടല്ലോ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല, നീതിബോധമുള്ളവരാണ്. അതാ അതുകൊണ്ട് പണ്ട് മുതൽ കണ്ടതെല്ലാം വിദേശികളെ ചുമടാ നമ്മുടെ പടി. ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജോയിസാ. അതുകൊണ്ട് വയ്യാവേലി 5 വർഷം കയറി പിടിച്ചു, എങ്ങും കൊള്ളാത്ത വരുവോയി. വീണ്ടും ഈ വയ്യാവേലി ശോഭക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത്, ഈ ഇടുക്കിക്കാർക്കുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളത്തിന്റെ ശബ്ദം നാടൻ ശൈലി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ താൻ അതേപോലെ തന്നെ മറുപടി നൽകുന്നില്ല എന്നാണ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് എം മണിക്കെതിരെ പരാതി നൽകുവാനും ഡീൻ കുര്യാക്കോസ് തയ്യാറെടുക്കുകയാണ്. ഡീനിന്റെ വാക്കുകളിലേക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ അനുഭവമല്ല. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. അതിന് അദ്ദേഹത്തിന് എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. മുൻ മന്ത്രി വി സുരേന്ദ്രൻ പിള്ളയുമായി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ RJD നേതാവായ വി സുരേന്ദ്രൻ പിള്ളയെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ കണ്ടത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു ഈ കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനം മാത്രമാണ് ഇതെന്നാണ് BJP നേതാക്കളുടെ പ്രതികരണം. പ്രമുഖരുടെ വീടുകളിലെ സന്ദർശനം വീണ്ടും തൃശൂരിൽ വാർത്തയാവുകയാണ്. കെ മുരളീധരന്റെ ബന്ധുവീട്ടിൽ സുരേഷ് ഗോപിക്ക് ഇന്ന് ചായ സൽക്കാരം നടത്തി. മുരളി മന്ദിരത്തിന് സമീപമുള്ള കെ കരുണാകരന്റെ ഭാര്യയുടെ സഹോദരി സത്യഭാമയുടെ വസതിയിലാണ് സുരേഷ് ഗോപി രാവിലെ എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ് ഇവിടെ വന്നത്. ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്കെതിരെ പരിഹാസവുമായി കെ മുരളീധരൻ രംഗത്തെത്തിയിട്ടുണ്ട്. സന്ദർശനത്തിലൂടെ സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് 0 വോട്ടാണെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. സുരേഷ് ഗോപി എല്ലാ സ്ഥലത്തും കയറി നിരങ്ങുകയാണ്. ഇപ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ലെന്നാണ് കെ മുരളീധരന്റെ വാക്കുകൾ. അതുകൊണ്ടാണ് കയറി ഇറങ്ങാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നത്. ഇതാണ് കെ മുരളീധരൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിക്ക് എവിടെയും പോവാം, പക്ഷേ ചെല്ലുന്ന പല സ്ഥലത്തും അദ്ദേഹത്തിന് കിട്ടുന്നത് 0 വോട്ടായി, തോൽക്കുന്ന ഉറപ്പായി, 3-ാം സ്ഥാനം ഉറപ്പായി. അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുക. ഏത് വീട്ടിൽ കയറി ചെന്നാലും അപ്പോൾ അന്തസ്സുള്ളാരും ആരും ഗെറ്റൗട്ട് പറയില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെയും കയറി ചെല്ലും. പക്ഷേ ചില സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ മോശം പ്രതികരണം ഉണ്ടായി. സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ഇടനിലക്കാരുടെ ആവശ്യം ഇല്ലെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. വിവാദം അവസാനിച്ചല്ലോ. കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉണ്ടാക്കിയ വിവാദം തന്നെ അവരിൽ തന്നെ അത് പറഞ്ഞല്ലോ. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ? സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ്. എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഞങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ്. ഏതാണ് ഈ ഇടനില? അപ്പോൾ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്.
നിരാശരായിട്ടുള്ള CPM-നും കോൺഗ്രസിനും ഇത്തരം പ്രചാരണങ്ങളിലൂടെ രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ല, അതൊന്നും നമ്മുടെ ഒരു ഒരു ജനാധിപത്യ സമൂഹമാണ്. നമ്മളെ നാട് ഒരു എന്താ പറയുക ബൈപോളാർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക മൾട്ടി ഇതാണ്. ആൾക്കാർ പല കക്ഷി രാഷ്ട്രീയ ബഹുസ്വരമായിട്ടുള്ള ഒരു സമൂഹമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരു പാർട്ടി ആയാൽ പിന്നെ ജനാധിപത്യം ഉണ്ടാവുമോ? നമ്മളതൊരു ജനാധിപത്യ സംവിധാനമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താഗതിയാണ് വേറെ ആരും പാടില്ല, പ്രതിപക്ഷം ഇവിടെ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പാർട്ടി ലോകത്തില്ല. അവർക്ക് വേറെ പ്രതിപക്ഷമില്ല. ചൈനയിൽ പ്രതിപക്ഷം ഉണ്ടോ? റഷ്യയിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് പ്രതിപക്ഷം ഉണ്ടായിരുന്നോ? കിങ് ജോൺ ഉന്നിന്റെ നാട്ടിൽ പ്രതിപക്ഷം ഉണ്ടാവും. ഇന്ത്യ വെടിവെച്ചു കൊല്ലും മാധ്യമങ്ങളെല്ലാം. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എന്ത് വർത്തമാനം പറയുന്നവർക്ക് ആവാം. BJP ഇതിലൊക്കെ വിശ്വസിക്കുന്നു. ആർക്ക് വേണമെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാം. നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ എല്ലാ പാർട്ടികൾക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നു. സുരേഷ് ഗോപിയെ കാണാൻ കൂട്ടാക്കാത്ത കലാമണ്ഡലം ഗോപിയാശാൻ പക്ഷേ ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനു വേണ്ടി വീഡിയോ സന്ദേശം നൽകി. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കലാമണ്ഡലം ഗോപിയാശാന്റെ വീഡിയോ സന്ദേശം. ആലത്തൂരിലെ വോട്ടറാണ് കലാമണ്ഡലം ഗോപി. കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളി CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാനുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദ സന്ദർശനമായിരുന്നെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയ്ക്ക് കൃത്യമായ നിലപാടുണ്ടായെങ്കിലും കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് ബിഷപ്പ്. വിജയിച്ചാൽ റബ്ബർ വില 250 രൂപ ആക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി ഉറപ്പു നൽകി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി വെള്ളിയാഴ്ചയിൽ നിന്ന് മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതായി MM ഹസൻ പറഞ്ഞു. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും തെരഞ്ഞെടുപ്പ് നടത്തരുതെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഇക്കാര്യം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന ഈ ഏപ്രിൽ 26 വെള്ളിയാഴ്ച ആയതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് KPCC ഇന്ന് ഇലക്ഷൻ കമ്മീഷണറോട് ഞാൻ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF-ന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ വിഷു, ഈസ്റ്റർ, റംസാനൊക്കെ ഉള്ള സമയത്ത് 26-ന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് കേരളത്തിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒന്നും വോട്ടെടുപ്പിന് പറ്റിയ തീയതികളല്ല. അതുകൊണ്ട് ഒരു വിഭാഗം തിരുവനന്തപുരം വിമൻസ് കോളേജിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രസകരമായ ഒരു കാര്യം സംഭവിച്ചു. UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെ വെള്ളം കുടിപ്പിച്ചു 3ാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനിയായ അഫ്ന നാസർ. കടുകട്ടി ഇംഗ്ലീഷ് വാക്ക് തരൂരിന്റെ മുന്നിൽ പ്രയോഗിച്ചാണ് ഈ കുട്ടി കയ്യടി നേടിയത്. ക്യാമ്പസിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പര്യടനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വിമൻസ് കോളേജിലാണ് വോട്ട് അദ്ദേഹം എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് കുട്ടികളുടെ ഒരു ആവേശം? വലിയ ആവേശം, നല്ല രസമായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ നടന്ന് ക്യാമ്പസ് പല കുട്ടികളെ കണ്ടു. 5-6 ഫിലോസഫി സ്റ്റുഡൻസ് അവരുടെ ടീച്ചറിപ്പോൾ മരത്തിനടിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചു. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ലാബ് അസിസ്റ്റൻസോട് സംസാരിച്ചു. നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ കയറി, ഒരു ക്ലാസ് റൂമിൽ കയറി, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരെ കണ്ടു. ഹോം സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ വരുന്നത് അവരോട് സംസാരിച്ചു. എല്ലാ ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ ഇവിടെ ആക്റ്റീവായ കുട്ടികളൊക്കെ ചിലവരും പരീക്ഷയ്ക്ക് തയ്യാറാണ്, വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെയുള്ളവരെ കാണാനുള്ള സാധ്യതയുണ്ടായിരുന്നു മാത്രമല്ല ചിലപ്പോൾ കുറച്ച് സംസാരിക്കാനും കൂടി സാധിച്ചു. അതിന് ചില നല്ല അനുഭവം. ഇവിടെ ഒരു കുട്ടി ആ കുട്ടി ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഇടുക്കിയിൽ ഒരു കുട്ടി ഒരു വലിയ വാക്ക് പഠിച്ചിട്ട് എന്നോട് പറയാൻ വേണ്ടി ആഗ്രഹിച്ചു. കോവിഡ് സമയത്ത് ഇന്റർനെറ്റിൽ സമ്പർക്കം ചെയ്തു. ഈ കുട്ടിക്ക് അതും ചെയ്യണം പറഞ്ഞാൽ അവരൊരു വാക്ക് പഠിച്ചു, പക്ഷെ എന്റെ ഒപ്പം സമ്പർക്കം ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ വിമൻസ് കോളേജിൽ പഠിക്കുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോൾ എന്നെ കണ്ട ഉടനെ ആദ്യം ആവശ്യപ്പെട്ടത് ഏതാണ് ആ കുട്ടി, ഏതാണ് ആ വാക്ക് തരൂരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്? ഏതാണ് ആ വാക്ക്? Lapido tomato salaco gallio cranio leap sanutrim hypotrimitosil fiparomilida catachyseminoki slapicosi fafato paristera lectiotec fallio kiglo pillayo serayo bactetrigono terego എന്ന് പറഞ്ഞാൽ എന്താണ്? It's a fictional food. അതാണ് അതിന്റെ മീനിങ്. ഒരു ആഹാരമാണ്. പക്ഷെ എനിക്കതേ അറിയാത്തൊരു വാക്കാണ്. അപ്പൊ ആ കുട്ടി എന്നെ പഠിപ്പിച്ചു ഒരു കാര്യം. പഠിപ്പിച്ചു പറഞ്ഞാൽ എനിക്ക് അവര് പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ കേൾക്കാത്ത വാക്കാണ്. എന്തായാലും അപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു ആവേശം കാണുമ്പോൾ വലിയ സന്തോഷമാണ് എനിക്ക്. കാരണം ഞാൻ സത്യമായിട്ട് എന്റെ ഉദ്ദേശം രാഷ്ട്രീയത്തിൽ വന്നത് തന്നെ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനാണ്. ഭാവി പറഞ്ഞാൽ ഇവരല്ലേ ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിൽ
അഡൽസ് ആയിട്ടും അഡൽസ് ആയി കഴിഞ്ഞു 18 വയസ്സ് കഴിഞ്ഞവരൊക്കെ അഡൽസ് ആയിട്ടും കൂട്ടാം. പക്ഷെ അവര് ഇറങ്ങിയിട്ട് ഈ ഭാരതത്തിനകത്ത് പ്രവർത്തിക്കാനും ഭാരതത്തിന്റെ ഭാവിയിൽ ഇറങ്ങാനുള്ള അവര് വരുന്നത്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഇന്ത്യ ഡു ദേ വാണ്ട് ആണ് ചോദ്യം. നിങ്ങൾക്ക് ഏത് വിധത്തിന്റെ ഭാരതമാണ് കാണേണ്ടത്? നിങ്ങൾ വർഗീയത്തിൽ മുങ്ങിയ ഒരു ഭാരതമോ അതോ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന ഒരു വളർച്ചയോ? വികസനത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം വർഗീയതയുടെ വിഷം കൂടി വേണോ? അത് വേണ്ടാന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് നല്ല റെസ്പോൺസ് കിട്ടിയത്. ഓക്കെ, വളരെയധികം നന്ദി. പ്രതികരിച്ചാണ് എല്ലാ ആശംസകളും. അത് യുവത്വത്തിന്റെ ഒരു പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തലസ്ഥാന നഗരിയിലെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഇനി കോട്ടയം മണ്ഡലത്തിലെ വാർത്തയാണ്. കോട്ടയത്ത് LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. NDA സ്ഥാനാർത്ഥി വന്നു എങ്കിലും ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കുകയില്ല എന്നാണ് ഫ്രാൻസിസ് ജോർജിന്റെ അഭിപ്രായം. ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും UDF ആയിരിക്കും കോട്ടയത്ത് ജയിക്കാൻ പോകുന്നതെന്നാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. അതിന് കാരണം കോട്ടയം എന്നുള്ളത് UDFന്റെ തട്ടകമാണ്. ചിഹ്നം ഇക്കാര്യത്തിൽ ഒരു പ്രശ്നമേ ആവുകയില്ല എന്നാണ് ഫ്രാൻസിസ് ജോർജിന്റെ അഭിപ്രായം. കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം സജീവമായി നിൽക്കുകയാണ്. എനിക്കൊപ്പം ഉള്ളത് ഫ്രാൻസിസ് ജോർജാണ്, UDF സ്ഥാനാർത്ഥി. ആദ്യ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെ പോകുന്നു? ഇപ്പോൾ UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി ചേർന്ന് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇന്നോ നാളെയായിട്ട് ആ ഷെഡ്യൂൾ തയ്യാറാക്കൽ നടപടി പൂർത്തിയാകും. നോമിനേഷൻ മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് വരെയുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് തയ്യാറാക്കി അതനുസരിച്ചായിരിക്കും ഇനിയുള്ള പ്രചരണ പരിപാടികൾ. അപ്പം അതുവരേക്കും ഇങ്ങനെ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ UDFന്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മതേതര വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, അതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഇവിടെ വരുന്നത്. അപ്പോൾ ഇടത് പാർട്ടികളും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുക. ഇപ്പോൾ CAA പോലുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ വലിയ, അപ്പം വോട്ട് എങ്ങനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് UDFിലേക്ക് വോട്ട് ചെയ്യണം എന്ന ചോദ്യത്തിന് എന്താണ്? അല്ല, അതിപ്പോൾ ദേശീയ തലത്തിൽ നോക്കിയാലും സംസ്ഥാനത്ത് നോക്കിയാലും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ മാറ്റമെന്ന് പറയുമ്പോൾ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് UDFനെ കേരളത്തിൽ വിജയിപ്പിച്ചെങ്കിലാണ് കേന്ദ്രത്തിൽ ഈ മാറ്റത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടായിട്ട് അത് മാറുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷയങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ആ പ്രശ്നങ്ങളിൽ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏത് തരത്തിൽ നോക്കിയാലും ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും UDFാണ് കേരളത്തിൽ വിജയിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് UDFന് അനുകൂലമായിട്ടുള്ള ഒരു വിധി തീർപ്പ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പുറത്തുള്ള മറ്റൊരു വെല്ലുവിളിയും അപ്പുറത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പരിചിതമാണ്. അത് UDFനൊപ്പം നിന്നൊരു ചിഹ്നം കൂടിയാണ്. ഇപ്പുറത്ത് UDFന് ചിഹ്നം വരാൻ ഇനിയും കാത്തിരിക്കണം. നോമിനേഷൻ പ്രക്രിയകളെല്ലാം കഴിഞ്ഞ് അതിനെ എങ്ങനെ മറികടക്കും? ഇല്ല, അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അത് വെറുതെ അവർ നടത്തുന്ന ഒരു പ്രചരണമാണ്. അവർക്ക് വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ഈ ചിഹ്നത്തിൻ്റെ കാര്യം മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം ചിഹ്നമാണ്. അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ജനങ്ങളെ ബാധിക്കുന്ന, രാജ്യത്തെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അതേക്കുറിച്ചൊന്നും പറയാതെ ചിഹ്നമാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഈ ചിഹ്നം പഴയതാണ്, ജനങ്ങൾക്ക് പരിചിതമാണ്. അതുകൊണ്ട് ഞങ്ങൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാലായിൽ ശ്രീ ജോസ് കെ മാണി പരാജയപ്പെട്ടത്? ഈ പരിചിതമായ ചിഹ്നവും ഒട്ടും പരിചയമില്ലാത്ത ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ എന്ന ചിഹ്നത്തിലാണ് ശ്രീ മാണി സി കാപ്പൻ അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. Co-presented by Berger Paints, 100 years of trust. മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിതരണത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം നേരത്തെ ചട്ടത്തിൽ ഇളവ് വരുത്തിയെന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ റിപ്പോർട്ട്. 2018 കർണാടക തെരഞ്ഞെടുപ്പിനിടെയാണ് കാലാവധി പൂർത്തിയായ 10 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാൻ ചട്ടത്തിൽ ഇളവ് വരുത്തി SBIക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയതായി കണ്ടെത്തിയത്. ബോണ്ടുകൾ സ്വീകരിച്ച ശേഷം BJP നേതാക്കൾ ബോണ്ടുകൾ പണമാക്കി മാറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ നിർത്തിയത് കോൺഗ്രസിന് കള്ളപ്പണം ഇറക്കാനുള്ള മാർഗമായി മാറുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നത്. സുതാര്യമായ സംവിധാനമാണ് നടപ്പാക്കിയിരുന്നത്. തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാക്കുകയെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഒന്നുമില്ല, അത് പ്രതിപക്ഷത്തിന് വീണ്ടും കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ശരിയായ രീതിയിൽ സുതാര്യമായ നിലയിൽ
ബാങ്ക് വഴി പിന്നെ ഇടപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നതിനെ മാറ്റിയിട്ട് പഴയതുപോലെ കോൺഗ്രസിന് കള്ളപ്പണം ഇറക്കാനുള്ള ഒരു വഴിയായിട്ട് അത് മാറുന്നേ ഉള്ളൂ. അല്ലാതെ വേറൊരു കാര്യം അതിലില്ല. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ് നടപ്പാക്കിയത്. അത് പിന്നെ ജനങ്ങൾ അത് തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇവിടെ ഒരു സംസ്ഥാനം അല്ല, അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ആ കോടതി വിധിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാക്കുക എന്നുള്ളത് മോദി സർക്കാരിൻ്റെ ഒരു പ്രതിജ്ഞാബദ്ധതയാണ്. അത് വരുന്ന 5 കൊല്ലം നമുക്ക് വീണ്ടും മോദി സർക്കാർ വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും എന്താണ് ചെയ്യുന്നത്? കള്ളപ്പണം ഉപയോഗിച്ച് ഇവിടെ കേരളത്തിലാണെങ്കിൽ സഹകരണ ബാങ്കുകളിൽ കൊണ്ടുപോയി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ED അന്വേഷിച്ചു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതി. 32 ബാങ്കുകളാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും അത് ചർച്ച ചെയ്യുന്നില്ല. 32 സഹകരണ ബാങ്കുകളിലാണ് ഒരു പാർട്ടി വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, പിണറായി വിജയന്റെ പാർട്ടി ഒരു ജില്ലയിൽ മാത്രം 32 ബാങ്കുകളിൽ സഹകരണ സ്ഥാപനങ്ങളിൽ കള്ള അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കേരളമാകെ അവരെത്ര കള്ളപ്പണം ഉപയോഗിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസും CPM-ഉമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിജിറ്റലായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. സുതാര്യതമാക്കാം. ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു. 50 മീറ്ററോളം ദൂരമാണ് കടൽ ഉൾവലിഞ്ഞത്. പുറക്കാട് മുതൽ തെക്കോട്ട് 300 മീറ്ററോളം ഭാഗത്താണ് ഇങ്ങനെയൊരു പ്രതിഭാസം കണ്ടത്. പുറക്കാട് മുതൽ പഴയങ്ങാടി വരെയുള്ള ഭാഗത്താണ് ഇത് കാണാനായത്. കടൽ വലിഞ്ഞതോടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ തീരത്ത് നിന്ന് മാറ്റേണ്ടി വന്നു. ചാകരയ്ക്ക് മുന്നോടിയായുള്ള സ്വാഭാവികമായ ഉൾവലിയലാണെന്ന നിഗമനത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും. ഇതേക്കുറിച്ചുള്ള നിർദ്ദേശം DFOയ്ക്ക് നൽകിയിട്ടുണ്ട്. CCF DFOയ്ക്ക് നൽകിയിട്ടുണ്ട്. കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ ഇന്ന് തന്നെ തുടങ്ങാനാണ് തീരുമാനം. പടയപ്പയുടെ സഞ്ചാരവും നീക്കങ്ങളും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ ആനയെ മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് കാട്ടിലേക്ക് ഓടിക്കുന്നത്. തൃശൂരിൽ ദേശീയപാതയിൽ KSRTC ബസ്സിടിച്ച് മാനിന് പരുക്കേറ്റു. കുമാലിയിൽ പാതയോരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് പുള്ളിമാൻ ദേശീയപാതയിൽ എത്തുകയായിരുന്നു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സാണ് മാനിനെ ഇടിച്ചു വീഴ്ത്തിയത്. കാലിന് പരുക്കേറ്റ മാനിനെ ബസ് യാത്രക്കാർ പാതയോരത്തേക്ക് മാറ്റി രക്ഷപ്പെടുത്തി മൃഗാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ണൂർ ആന്തൂരിൽ ഓട്ടോറിക്ഷ കത്തിനശിച്ച നിലയിൽ കണ്ടെത്തി. തളിയിൽ സ്വദേശി MK ഗണേഷിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു ഈ സംഭവം. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോയാണ് കത്തി നശിച്ചത്. തളിപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തൃശൂരിൽ DYFI പ്രവർത്തകനെ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. DYFI മേഖലാ പ്രസിഡന്റ് സുജിത്തിനെയാണ് പാർട്ടി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടത്. സാമ്പത്തിക ബാധ്യത കാരണം ആത്മഹത്യ ചെയ്തതാണെന്നാണ് നിഗമനം. തൃശൂരിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. പട്ടിക്കാട് ദേശീയപാതയിൽ പച്ചക്കറി കയറ്റി വന്ന ലോറികൾ കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശി M മോഹൻകുമാറാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ടയർ പഞ്ചറായതിനെ തുടർന്ന് ദേശീയപാതയിൽ നിർത്തിയിട്ട മിനി ലോറിയുടെ ഡ്രൈവറെ സഹായിക്കാൻ പിന്നീട് വന്ന മറ്റൊരു മിനി ലോറി സമീപത്തായി തന്നെ നിർത്തി. ഇതിന് പിന്നിലേക്ക് പച്ചക്കറി കയറ്റി വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിൽ മാവോയിസ്റ്റുകളെ വധിച്ചു. 4 മാവോയിസ്റ്റുകളെയാണ് പ്രത്യേക ഓപ്പറേഷനിലൂടെ സുരക്ഷാ സേന വധിച്ചത്. കുമരം ഭീം ദളത്തിലെ വർഗീസ് മക്തു, കുർസാങ് രാജു എന്നിവർ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇവരിൽ നിന്ന് ഒരു AK-47, ഒരു കാർബൈൻ, 2 നാടൻ തോക്ക് എന്നിവയും നക്സലൈറ്റ് ലഘുലേഖകളും പുസ്തകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6050 രൂപ, പവന് 48,400 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5050, പവന് 40,400.
വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.